ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ ഈ മോഷനെ പറ്റിയും ഇന്നത്തെ പഠിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെ പറ്റിയും ഡിസ്റ്റൻസിനെ പറ്റിയൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ 8th ക്ലാസ്സിൽ നന്നായിട്ട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ മോഷനെ പറ്റി എന്തൊക്കെയോ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ആദ്യം എന്ത് പറയണം? മോഷൻ എന്തുവാണെന്ന് പറയണം. മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചലനം. അതാണ് മോഷൻ വെച്ചാൽ മൂവ്മെൻറ്റ്. ചേഞ്ചസ് ഇൻ ദ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തിനെ നമുക്ക് എന്ത് പറയാം? മോഷൻ അല്ലെങ്കിൽ ചലനം എന്ന് പറയാം. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. അപ്പോൾ മോഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ആ ഒരു സംഭാഷണം എന്താണെന്ന് നോക്കൂ. ഒരു ട്രെയിൻ വരുമ്പോൾ ആ കുട്ടി പറയുവാണ്, ഈസ് ഇറ്റ് പോസിബിൾ ടു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് ദ ബ്രിഡ്ജ്. ആ ട്രെയിന് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുമോ? ആ കുട്ടിയുടെ ഡൗട്ടാണത്. അങ്ങനെ എന്താണ് മറുപടി കൊടുക്കുന്നത്? ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആക്യുറേറ്റ്ലി. കറക്റ്റായിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എ ഫ്യൂ തിങ്സ് അബൌട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഷൻ. എന്നാലും നമ്മൾക്ക് മോഷൻ്റെ കുറച്ച് സ്വഭാവങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഡിഡ് യു എവർ ഹാവ് സച്ച് എ ഡൗട്ട് ലൈക്ക് ദ ഓൺ റേസ്ഡ് ബൈ ദ ചൈൽഡ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ ഡൗട്ട് ഉണ്ടായിട്ടുണ്ടോ? ലെറ്റ്സ് ട്രൈ ടു ഫൈൻഡ് ദ ആൻസർ. അപ്പോൾ അതിനുള്ള ആൻസറുകൾ നമുക്ക് നോക്കാം. നോക്ക് ഫിഗർ 2.1. ആ പിക്ചർ ഒബ്സർവ് ചെയ്യൂ. എ ബി സി ആൻഡ് ഡി ആർ 4 ഇലക്ട്രിക് പോൾസ്. ഒരു 4 ഇലക്ട്രിക് തൂണുകളാണ് ഇറക്റ്റഡ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി 2 അഡ്ജാസൻറ്റ് പോൾ ഈസ് 40 മീറ്റർ. അതായത് എയിൽ നിന്ന് ബിയിലോട്ട് അടുത്തടുത്തുള്ള 2 പോളിന്, ബിയിൽ നിന്ന് സിയിലോട്ട്, അങ്ങനെയെല്ലാം 40 മീറ്റർ വീതമാണ്. ഇനി കുറേ ക്വസ്റ്റ്യൻസുകൾ കൊടുത്തിട്ടുണ്ട്. എ ചൈൽഡ് സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം പോൾ ബി ആൻഡ് പാസസ് സി ആൻഡ് റീച്ച്ഡ് ഡി. ബിയിൽ നിന്ന് തുടങ്ങി സിയിലെത്തി ഡിയിലെത്തിച്ചേർന്നു. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ദ ചൈൽഡ് റിട്ടേൺ ഫ്രം ഡി ആൻഡ് റീച്ചസ് പോൾ സി. ഡിയിൽ നിന്ന് സിയിൽ തിരിച്ചെത്തി. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ചൈൽഡ്. എത്രയാണ് ആ കുട്ടി നടന്ന ദൂരം എത്രയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യം ബിയിൽ നിന്ന് ഇവിടെ വരെ വന്നു, അവിടുന്ന് ഡി വരെ വന്നു, തിരിച്ചു പോയി, അത് കഴിഞ്ഞ് സിയിലെത്തി. ബിയിൽ നിന്നും സി വരെ 40, സിയിൽ നിന്നും ഡി വരെ 40, 80, തിരിച്ച് ഡിയിൽ നിന്നും സി വരെ 40. അപ്പം 80 കൂടെ 40 കൂടെ കൂട്ടുമ്പോൾ എത്ര? 120. അപ്പം 120 മീറ്റർ. അതവിടുത്തെ ആൻസർ അതാണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസസ് ബിറ്റ്വീൻ ദ കറൻറ്റ് പൊസിഷൻ സി ആൻഡ് ദ ഇനിഷ്യൽ പൊസിഷൻ ബി ഓഫ് ദ ചൈൽഡ്. ഇവിടെ പറയുന്നത് ബി ആണ് ഇനിഷ്യൽ പൊസിഷൻ, അതുപോലെ തന്നെ കറണ്ട് പൊസിഷൻ സി ആണ്. അപ്പോൾ ബിയിൽ നിന്നും സിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ ഒരു വര വരച്ചിട്ടുണ്ട്. അതിന് എ എന്നും കൊടുത്തിരിക്കുന്നു, ബി എന്നും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ഒരാൾ എയിൽ നിന്ന് ബിയിലോട്ട് പോവുകയാണെങ്കിൽ അയാളുടെ ഇനിഷ്യൽ പൊസിഷൻ, ആദ്യത്തെ പൊസിഷൻ എയും രണ്ടാമത്തെ പൊസിഷൻ കറണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് ബിയും ആയിരിക്കും, അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ എന്ന് നമുക്ക് പറയാം. ഇതൊക്കെ നമ്മൾ 8th പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ഇൻട്രൊഡക്ഷൻ തരാത്തത്. ഇവിടെ അയാളുടെ ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബിയും അയാളുടെ കറണ്ട് പൊസിഷൻ ഫൈനൽ പൊസിഷൻ സിയുമാണ്. അപ്പോൾ ഡിസ്റ്റൻസ് 40 ആണ് ബിയിൽ നിന്നും സിയിലോട്ട്. അപ്പോൾ കറണ്ട് പൊസിഷനും ഇനിഷ്യൽ പൊസിഷൻ മനസ്സിലായല്ലോ. കറണ്ട് പൊസിഷനെ നമ്മൾ ഫൈനൽ പൊസിഷൻ എന്നും പറയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് 40 മീറ്റർ ഫ്രം ബിയിൽ നിന്നാണ് 40 മീറ്റർ ട്രാവൽ ചെയ്യുന്നത്. വിച്ച് ആർ ദ പോസിബിൾ പൊസിഷൻ ഓഫ് ദി ചൈൽഡ്. ഏതൊക്കെയായിരിക്കും പോസിബിൾ പൊസിഷൻസ്? ബിയിൽ നിന്നും 40 ദൂരം സഞ്ചരിച്ചാൽ ആ കുട്ടിയുടെ പൊസിഷൻ എവിടെ ആയിരിക്കും? ബിയിൽ നിന്ന് 40 മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് സിയിലായിരിക്കും. നെക്സ്റ്റ് നോക്ക്. ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് ദ ചൈൽഡ് ട്രാവൽ 40 മീറ്റർ ടു റീച്ച് സി ഫ്രം ബി. ഏത് പൊസിഷനിൽ യാത്ര ചെയ്താലാണ് ആ കുട്ടി ബിയിൽ നിന്നും സിയിലെത്തിച്ചേരാൻ? ഏത് പൊസിഷനിൽ നമുക്ക് മേളിൽ തന്നിട്ടുണ്ട്? നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ആരോ കിടക്കുന്ന കണ്ടില്ലേ? നമുക്ക് ഈസ്റ്റിലോട്ട്
പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തെഴുതണം? ടുവേർഡ്സ് ദി ഈസ്റ്റ്. അങ്ങനെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആൻസർ ചെയ്യാവൂ. നമുക്ക് കൺഫ്യൂഷൻ വരുന്ന രീതിയിലാണ് ഇതിനകത്ത് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. നല്ലപോലെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ആൻസർ എഴുതുക. നെക്സ്റ്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനിഷ്യൽ പൊസിഷൻ ബി ഓഫ് ദ ചൈൽഡ് ആൻഡ് ദി കറണ്ട് പൊസിഷൻ സി ഈസ് ദ മെഷർ ഓഫ് ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്. If the child travel 40 meters from B in the eastward direction, the child can reach C. Here 40 meters eastward from the B to C is the displacement of the child. നമുക്കിത് അതായത് പിക്ചർ എടുത്ത് വെച്ചിട്ട് പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ പിക്ചർ എടുത്ത് വെക്കാൻ പോവാം, നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിക്കോ. The distance between the initial position B of the child and the current position C is the measure of the change in the position of the child. അതായത് കുട്ടിയുടെ ആദ്യ സ്ഥാനമായ ഇനിഷ്യൽ പൊസിഷനായ ബിയും ഇപ്പോഴത്തെ സ്ഥാനമായ കറണ്ട് പൊസിഷനായ സിയും തമ്മിലുള്ള അകലമാണ് സ്ഥാനം മാറ്റത്തിൻ്റെ അളവ്. അതാണ് ഏതെന്ന് പറയുന്നത്? മെഷർ ഓഫ് ദ ചേഞ്ച് ഇൻ ദ പൊസിഷൻ ഓഫ് എ ചൈൽഡ്. ഒന്നുമല്ല, കുട്ടി ആദ്യം നിന്ന ബി എന്ന സ്ഥാനവും പിന്നീട് വന്ന സി എന്ന സ്ഥാനവും തമ്മിലുള്ള അകലമാണ് ആ കുട്ടിയുടെ സ്ഥാനമാറ്റത്തിൻ്റെ അളവ്. അത്രയേ ഉള്ളൂ. ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് 40 മീറ്റർ ഫ്രം ബി ഇൻ ദ ഈസ്റ്റ്വേർഡ് ഡയറക്ഷൻ ദ ചൈൽഡ് ക്യാൻ റീച്ച് സി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്നും 40 കിലോമീറ്റർ കിഴക്ക് ദിശയിൽ യാത്ര ചെയ്താൽ കുട്ടിക്ക് സിയിൽ എത്താൻ കഴിയുമല്ലോ. Here 40 meter eastward from B to C is the displacement of the child. അപ്പം ഈ ഈസ്റ്റ് വേർഡ് അതായത് ബിയിൽ നിന്നും സിയിലോട്ട് എത്തുന്നതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പം ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് ബിയിൽ നിന്ന് സിയിൽ എത്തുന്നതാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, ഡിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിനകത്ത് എയിൽ നിന്നും ഒരു കുട്ടി നടന്ന് ഈ ഡോട്ടിട്ട വഴിയിലൂടെ പോയി ബിയിലെത്തി. അപ്പോൾ അതിനെയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ എയിൽ നിന്നും ബിയിലോട്ട് സ്ട്രെയിറ്റ് ഒരു ലൈൻ കിടപ്പുണ്ടല്ലോ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ആണ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് പൊസിഷൻ. ആ കുട്ടി സ്റ്റാർട്ട് ചെയ്തത് എയിൽ നിന്നാണ്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷൻ അതായത് കറണ്ട് പൊസിഷൻ, ആ കുട്ടി എത്തി നിൽക്കുന്നത് ബിയിലാണ്, അതാണ് കറണ്ട് പൊസിഷൻ. അപ്പം ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും കറണ്ട് പൊസിഷനിലോട്ടുള്ള, കറണ്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ, അതിലോട്ടുള്ള ദൂരമാണ്, അല്ലെങ്കിൽ ആ കുട്ടി എത്താനായി എത്ര ദൂരം സഞ്ചരിച്ചു എന്നതാണ് അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ദ പൊസിഷൻ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ആ കുട്ടിക്ക് എയിൽ നിന്ന് ബിയിലോട്ട് ഷോർട്ടായിട്ട് പെട്ടെന്ന് പോകാൻ പറ്റും. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഒരുവിധം മനസ്സിലായല്ലോ. അപ്പം ഈ കുട്ടിക്ക് എങ്ങനെ വേണമെങ്കിലും കറങ്ങിപ്പോവാം, ഈ ഡോട്ടിട്ട വഴി കൂടെ തന്നെ പോകണമെന്നൊന്നുമില്ല. ഡിസ്റ്റൻസിൻ്റെ കേസിൽ അത് ഇതുവഴി ഇങ്ങനെ വേണമെങ്കിൽ ബിയിലെത്താം, അല്ലെങ്കിൽ ഇതുപോലെ വളഞ്ഞും പൊളഞ്ഞും വേണമെങ്കിലും ബിയിലെത്താം, അതെല്ലാം ഡിസ്റ്റൻസ് ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിൽ സ്ട്രെയിറ്റ് ലൈൻ, ആ ഒരൊറ്റ വഴി മാത്രമേ എയിൽ നിന്ന് നമുക്ക് ബിയിലെത്താൻ പറ്റത്തുള്ളൂ. അതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന്, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്, അതാണ് ഞാൻ പറഞ്ഞത്, ബിറ്റ്വീൻ ദ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. ഒരു ഡയറക്ഷൻ ഉണ്ട് അല്ലേ, ഒരു ഡെഫിനിറ്റ് ആയിട്ടൊരു ഡയറക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡിപ്പെൻഡ് ബൈ ദ സിമ്പൽ എസ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഡിനോട്ട് ബൈ ദ സിമ്പൽ എസ്. എസ് കൊണ്ടാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. യൂണിറ്റ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് മീറ്റർ വിച്ച് ഈസ് ആൾസോ ദ യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസസ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റും മീറ്ററാണ്. അപ്പോൾ അത് തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റും. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ടുള്ള. അതുപോലെ തന്നെ അതിന് ഡെഫിനിറ്റ് ഒരു ഡയറക്ഷൻ ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് ഡിസ്റ്റൻസിൽ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകാൻ ഒരു ഡയറക്ഷൻ ഇല്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി നമുക്ക് ഫൈനൽ പൊസിഷനിലെത്താം. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിന് സ്ട്രെയിറ്റ് ലൈൻ, ഒരു ഡയറക്ഷൻ ഉണ്ട് എവിടെ എത്താൻ, ഈ ഫൈനൽ പൊസിഷനിലെത്താൻ. മനസ്സിലായല്ലോ അത്. പിന്നെ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസിനെ പറ്റിയും സ്കെയിലർ ക്വാണ്ടിറ്റിയെ പറ്റിയൊക്കെ 8ൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെക്റ്റർ ക്വാണ്ടിറ്റി ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിങ് ഡയറക്ഷൻ സ്പെസിഫൈഡ് വിത്ത് മാഗ്നിറ്റ്യൂഡ്. ഒരു ഡയറക്ഷനും കാണും, മാഗ്നിറ്റ്യൂഡ് അളവും കാണും.
വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എന്ത് കാണും? മാഗ്നിറ്റ്യൂഡും കാണും ഡയറക്ഷനും കാണും. ക്വാണ്ടിറ്റീസ് ദാറ്റ് ഡു നോട്ട് റിക്വയർ ഡയറക്ഷൻ ആർ സ്കെയിലർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഒരു ഡയറക്ഷൻ ഇല്ലാത്തത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ പറഞ്ഞല്ലോ ഡയറക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതെന്താണ്? അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഡിസ്റ്റൻസിന് നമ്മൾ പറഞ്ഞല്ലോ ഡയറക്ഷൻ ഇല്ല. അപ്പോൾ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഇനിഷ്യൽ പൊസിഷനിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും, അല്ലെ കറങ്ങി തിരിഞ്ഞോ എങ്ങനെ വേണമെങ്കിലും എത്താൻ സാധിക്കും. അതുകൊണ്ട് അതിന് കൃത്യമായിട്ടൊരു ഡയറക്ഷൻ ഇല്ല. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് എ വെക്റ്റർ ഓർ എ സ്കെയിലർ ക്വാണ്ടിറ്റി? നമുക്കറിയാം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ചോദിക്കും, വൺ വേർഡ് ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, കാരണം അതിന് ഡയറക്ഷൻ ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അളവ്. ലെറ്റ്സ് കൺസിഡർ അനദർ സിറ്റുവേഷൻ. ഇഫ് ദ ചൈൽഡ് ട്രാവൽസ് 40 meter ഇൻ ദ വെസ്റ്റ്വേർഡ് ഡയറക്ഷൻ ഫ്രം ബി, കറൻറ്റ് പൊസിഷൻ ഓഫ് ദിസ് ദ ചൈൽഡ് ഈസ് എവിടെ ആയിരിക്കും? വെസ്റ്റ് വേർഡ് പോയി. നോക്കാം നമുക്ക്. ബിയിൽ നിന്നും ഒരു എയിലോട്ടാണ് പോകുന്നത്. ബിയിൽ നിന്നുമാണ് പോകുന്നത്. അപ്പം വെസ്റ്റ് വേർഡ് ആകുമ്പോൾ ഇങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ എയിലായിരിക്കും ആ കുട്ടി നിൽക്കുന്നത്, അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം പഠിക്കാനുള്ളത്, ഇഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ബി ഇൻ ദ ഫ്രണ്ട് വേർഡ് ഡയറക്ഷൻ ടുവേർഡ്സ് ദ ഈസ്റ്റ് ഈസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ് ആൻഡ് the displacement in the backward direction towards the west should be considered as negative. ബിയിൽ നിന്ന് കിഴക്കോട്ട് പോയാൽ പോസിറ്റീവും ബിയിൽ നിന്നും പുറകിലോട്ട് പടിഞ്ഞാറോട്ട് പോയാൽ നെഗറ്റീവുമായി പരിഗണിക്കാമെന്നാണ് പറയുന്നത്. ഇതും ആദ്യത്തെ പിക്ചറിനെ സംബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പിക്ചർ എടുത്ത് വെച്ചോണം. സ്റ്റേജസ് ഓഫ് പാത്ത് കവേർഡ് ബൈ ദ ചൈൽഡ്. പിന്നെ ഡയറക്റ്റ്ലി ബി ടു സി, ബിയിൽ നിന്ന് സിയിലോട്ട് 40 meter ആണ്. ടെക്സ്റ്റ് എടുത്ത് വെച്ചോണേ. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 40 meter ആണ്. സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, അതുകൊണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ഫ്രം ബി റീച്ചസ് ഡിയിലെത്തി, പിന്നെ എവിടെത്തി? സിയിലെത്തി. അപ്പം ബിയിൽ നിന്നും സിയിലോട്ട് 40, സിയിൽ നിന്നും ഡിയിലോട്ട് 40, തിരിച്ച് ഡിയിൽ നിന്നും സിയിലോട്ട് 40. അപ്പോൾ ഇത്രയും കൂട്ടുമ്പോൾ എത്ര ആവും? 120 അല്ലേ? 4 പ്രാവശ്യം. നെക്സ്റ്റ് എന്തുവാണ്? സ്റ്റാർട്ട് ഫ്രം ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെ എത്തി? ഡിയിലെത്തി. അപ്പോൾ നോക്കൂ, ബിയിൽ നിന്നും സിയിലെത്തി. അപ്പോൾ 40. സിയിൽ നിന്നുമാണ് ഡിയിലെത്തിയത്. അപ്പം 40 80 meter. നെക്സ്റ്റ് ഫ്രം ബി ടു എ, ബിയിൽ നിന്നും എയിലോട്ടെത്തി. ബിയിൽ നിന്നും എയിലോട്ടെത്തിയപ്പോൾ 40 degree. അത് ഡിസ്റ്റൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത്. സ്റ്റാർട്ട്സ് ഫ്രം ബി ആൻഡ് റീച്ചസ് എ ആൻഡ് റിട്ടേൺ ടു ബി. അപ്പോൾ ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തു, എയിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് ബിയിലെത്തി. അപ്പം 40 80 ഡിസ്റ്റൻസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കാം. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണെന്ന് നമുക്കറിയാം. ഡിസ്പ്ലേസ്മെൻറ്റ് നോക്ക്. ബിയിൽ നിന്നും സിയിലോട്ട് സ്ട്രെയിറ്റ് ലൈനാണ്. അപ്പോൾ 40 തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റും വരുന്നത്. നെക്സ്റ്റ് നോക്ക്, ബിയിൽ നിന്നും ഡിയിലെത്തി, അവിടുന്ന് സിയിലെത്തി. പക്ഷേ ഈ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ്. ഇനിഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ഫൈനൽ പൊസിഷനും. ഇനിഷ്യൽ പൊസിഷൻ ബി ആണ്, ഫൈനൽ പൊസിഷൻ എത്ര? സി ആണ്. തിരിച്ച് റിട്ടേൺ ചെയ്ത് സിയിൽ വന്നു. അപ്പോൾ ബിയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതി. അതെത്രയാണ്? 40 meter തന്നെയാണ്. ബി ടു സി മാത്രം. തിരിച്ചു വന്നതൊന്നും അതിനകത്ത് ബാധകമല്ല. ഇനിഷ്യൽ പൊസിഷൻ എവിടെ ആ കുട്ടി നിൽക്കുന്നു, ഫൈനൽ പൊസിഷൻ എവിടെ നിൽക്കുന്നു, അത് മാത്രമേ ഉള്ളൂ ഡിസ്പ്ലേസ്മെൻറ്റിൽ. ഡിസ്റ്റൻസിലാണ് കറങ്ങി തിരിഞ്ഞ് വരുന്നതൊക്കെ ഡിസ്റ്റൻസിലാണ് വരുന്നത്. നെക്സ്റ്റ് നോക്കൂ, ഡിസ്റ്റൻസ് ബി ടു എ, ബിയിൽ നിന്നും എയിലോട്ടുള്ളത്. പിക്ചർ എടുത്ത് വെച്ച് നോക്കണം. 40 meter ആണ് അവിടെ വരുന്നത്. ഇനി നോക്ക്, ബി ടു എ, ബിയിൽ നിന്നും എയിലോട്ട്. അപ്പം തിരിച്ചാണ്, ബിയിൽ നിന്ന് എയിലോട്ടാണ്. അപ്പം റിവേഴ്സാണ്. നമ്മൾ പറഞ്ഞിരുന്നു ബാക്ക്വേർഡാണ്. ബാക്ക്വേർഡ് ആകുമ്പോൾ നെഗറ്റീവേ വരത്തുള്ളൂ. ബിയിൽ നിന്ന് എയിലോട്ട് എത്ര? 40 ആണ്. സ്ട്രെയിറ്റ് ലൈനാണ്, പക്ഷെ ബാക്ക്വേർഡ് ആണെന്നേ ഉള്ളൂ. അപ്പം നെഗറ്റീവ് വരും, അല്ലേ? നെഗറ്റീവ് 40 meter വരും. പിന്നെ നെക്സ്റ്റ് നോക്ക്, സ്റ്റാർട്ട് ഫ്രം ബിയിൽ നിന്നും എയിലെത്തി, തിരിച്ച് ബിയിലെത്തി. പക്ഷേ ആ കുട്ടി പോയ പൊസിഷൻ ബി ആണ്, തിരിച്ച് വന്ന് നിൽക്കുന്ന പൊസിഷനും ബി ആണ്. അപ്പോൾ ഫൈനലും ഇനിഷ്യലും ബി ആണ്, ഫൈനലും ബി ആണ്. അപ്പം നമുക്ക് 0 എടുക്കാൻ പറ്റൂ. 0, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് 0.
കാരണം സ്ട്രെയിറ്റ് ലൈൻ അവിടെ വരുന്നില്ല, 0 ആണ്, വന്ന സ്ഥലത്ത് തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് പിക്ചറിൽ അതിനെ അപേക്ഷിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇത് മൊത്തം. ഒരു പിക്ചർ എടുത്ത് വെക്കണം, പിക്ചർ എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനത്. അപ്പം ദ ചൈൽഡ് മൂവ്ഡ് ഫ്രം എ ടു ഡി, എയിൽ നിന്നും ഡിയിലോട്ട് വന്നു. ആൻഡ് റിട്ടേൺ ടു എ, തിരിച്ച് എയിലോട്ട് തന്നെ പോയി. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ്? ചൈൽഡ് എയിൽ നിന്ന് ഡിയിലോട്ട് വന്നു, തിരിച്ച് എയിലെത്തി. അപ്പം 40, അപ്പം എയിൽ നിന്ന് ബിയിലോട്ട് 40, അവിടുന്ന് അതിൻ്റെ കൂടെ 40 കൂട്ടണം, തിരിച്ച് ഡിയിലോട്ട് 40 കൂട്ടണം, തിരിച്ചും ഡിയിൽ നിന്ന് സിയിലോട്ടുള്ള 40 കൂട്ടണം, സിയിൽ നിന്ന് ബിയിലോട്ടുള്ള 40 കൂട്ടണം, ബിയിൽ നിന്ന് എയിലോട്ടുള്ള 40 കൂട്ടണം. അപ്പോൾ ഇത്രയും കൂട്ടുമ്പോൾ നമുക്കവിടെ കിട്ടുന്ന ആൻസർ 240 ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ളതാണ്, ഞാൻ ഈ പിക്ചർ വെച്ചേക്കുവാണ്, നിങ്ങൾ ടെക്സ്റ്റ് നോക്കണമേ, പിക്ചർ നോക്കി പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, കാരണം എയിൽ ഇനിഷ്യൽ പോയിൻറ്റും എ ആണ്, ആ കുട്ടി നിൽക്കുന്ന ഫൈനൽ പോയിൻറ്റും എ ആണ്. അപ്പം 0 ആണ്, കാരണം ഡിസ്റ്റൻസ് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡിസ്റ്റൻസ്, ആ കുട്ടി എത്ര ദൂരം സഞ്ചരിച്ചോ അതാണ് ഡിസ്റ്റൻസ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ്, ആ കുട്ടി നിൽക്കുന്നിടത്ത് നിന്ന് അതിൻ്റെ ഫൈനൽ പൊസിഷനിലോട്ടുള്ള ദൂരമാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആ കുട്ടി നിൽക്കുന്നതും ഇനിഷ്യൽ പൊസിഷനും എ തന്നെയാണ്, ഫൈനൽ പൊസിഷനും എ തന്നെയാണ്. അപ്പം നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റില്ല, 0 എടുക്കാൻ പറ്റും. ആറിൻ്റെ ദ ഇനിഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ദി സെയിം. യെസ്, ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ആ കുട്ടിയുടെ സെയിം ആണ്. ഏതിനകത്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആണ്. പക്ഷേ ഡിസ്റ്റൻസിൻ്റെ കാര്യം അതല്ല, ഡിസ്റ്റൻസ് അത് എത്ര ദൂരം സഞ്ചരിച്ചു അതാണ് ഡിസ്റ്റൻസ്. നെക്സ്റ്റ് നോക്ക്, 8th നല്ലപോലെ പഠിച്ച കുട്ടിക്കാണെങ്കിൽ ഇത് ഒരു പാടും കാണത്തില്ല, ഇതെല്ലാം 8th പഠിക്കാനുള്ളതാണ്. 2 different paths taken by a child to move from position P through Q are depicted. അതായത് പിയിൽ നിന്നും 2 different paths taken by the child. ഒന്ന് ഫിഗർ 2.2ഉം ഒന്ന് ഫിഗർ 2.എയും ബിയും. നോക്ക്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ദ ഫിഗർ 2.a? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്റ്റൻസ് നോക്ക്, പിയിൽ നിന്ന് നേരെ ക്യൂവിലോട്ട്, അതിൽ നിന്ന് ആറിലോട്ട്, അതല്ലേ ആ കുട്ടി എത്രയും ദൂരമല്ലേ സഞ്ചരിച്ചത്, അതാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? 100 ആണ്. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെൻറ്റോ? സ്ട്രെയിറ്റ് ലൈൻ, പിയിൽ നിന്ന് ആറിലോട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് 80 മീറ്റർ ആവും അല്ലേ. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് പെർ ദ മോഷൻ ഇൻ ഫിഗർ 2.2b? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? നോക്ക്, ഡിസ്റ്റൻസ് അതിനകത്ത് കവർ ചെയ്തത് അതിനകത്ത് 100 തന്നെയാണ് അല്ലേ. പിയിൽ നിന്ന് ക്യൂവിലോട്ട്, ക്യൂവിൽ നിന്ന് എസ്സിലോട്ട് പോയി. വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്? രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? പിയിൽ നിന്നും എസ്സിലോട്ട് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്, കാരണം സ്ട്രെയിറ്റ് ലൈനാണ്. ഈ വളഞ്ഞൊക്കെ വരുമ്പോഴാണ് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും രണ്ടും രണ്ടാവുന്നത്. സ്ട്രെയിറ്റ് ആയതുകൊണ്ട് അവിടെയും 100 തന്നെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. ഇൻ വിച്ച് സിറ്റുവേഷൻ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ? ഇൻ വിച്ച് സിറ്റുവേഷൻ ഏതിലാണ്? ഫിഗർ 2.2bയിലാണ് ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും സെയിം ആയിട്ട് വരുന്നത്. നോക്ക്, ദ magnitude of displacement and distances covered are equal only when an object is moving along a straight line in the same direction. അതാണ് ഞാൻ പറഞ്ഞത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്റ്റൻസിൻ്റെയും അതായത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്റ്റൻസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് അളവ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഡിസ്റ്റൻസ് കവേർഡ് ആർ ഈക്വൽ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിലോട്ട് സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോഴാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ഈക്വലായിട്ട് വരുന്നത്. മറന്നുപോലെ ഓൺ വേർഡ് ചോദിക്കും, അത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്റ്റൻസ് ഈക്വലായിട്ട് വരുന്നത് ആ ഒബ്ജക്റ്റ് സെയിം പ്ലേസിൽ സെയിം ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ലൈനിൽ പോകുമ്പോൾ. അത് മറക്കാതിരിക്കാനാണ് ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നത്. ടാബുലേറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ടു ദ പാത്ത് ട്രാൻസ്വേഴ്സ്ഡ് ബൈ ദ പേഴ്സൺ ഇൻ ദ ടേബിൾ 2.2-വിൽ. നമുക്ക് ഫസ്റ്റ് കോളത്തിൽ ഡിസ്റ്റൻസ്, സെക്കൻഡ് കോളത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ലെങ്ത് ഓഫ് ദി പാത്ത് കവേർഡ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി എത്ര ലെങ്ത് നമ്മൾ കവർ ചെയ്യുന്നു അത്രയാണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനെയല്ല, സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. ഇനിഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്.
നെക്സ്റ്റ് നമുക്ക് തന്നേക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റിലാണ് തന്നേക്കുന്നത് ക്യാൻ ബി സീറോ. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആവാം, പക്ഷേ ഡിസ്റ്റൻസിലോ കനോട്ട് ബി സീറോ അല്ലേ. ഡിസ്റ്റൻസ് ഒരിക്കലും സീറോ ആവത്തില്ല. നെക്സ്റ്റ് നമുക്ക് ഡിസ്റ്റൻസിലാണ് തന്നേക്കുന്ന സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അതിനൊരു ഡയറക്ഷൻ ഇല്ല, വളഞ്ഞും പൊളഞ്ഞും തിരിഞ്ഞും ഒക്കെ പോകും അല്ലേ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിന് കറക്റ്റ് ഒരു ഡയറക്ഷനുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ എങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ, കറക്റ്റ് ഡയറക്ഷനുണ്ട്. അപ്പോൾ അത് ഫില്ല് ചെയ്തല്ലോ. നെക്സ്റ്റ് പിക്ചർ, ദ ക്ലാസ് റൂംസ് ആൻഡ് സം അതർ ലൊക്കേഷൻസ് ഓഫ് എ സ്കൂൾ ആർ ഡെപ്പിക്റ്റഡ്. ഒരു ക്ലാസ് റൂമും അത് തന്നെ അല്ല ക്ലാസ് റൂംസും അതുപോലെ മറ്റുള്ള ലൊക്കേഷൻസ് സ്കൂളിലെ. അപ്പോൾ നമുക്കതിൻ്റെ നോക്കാം. ഇവിടെ നോർത്തും വെസ്റ്റ് ഈസ്റ്റ് സൗത്തും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ ഇൻ്റർവെൽ ടൈമിൽ എ സ്റ്റുഡൻറ്റ് ഫ്രം ക്ലാസ് ബിയിൽ നിന്നും വെൻറ്റ് ടു ദ സ്റ്റാഫ് റൂം, ഇങ്ങോട്ട് പോയി സ്റ്റാഫ് റൂമിലോട്ട് പോയി. ദ ചൈൽഡ് ദെൻ പ്രൊസീഡഡ് ടു ദ സ്റ്റാറ്റസ് ഓഫ് ഫാദർ ഓഫ് നേഷൻ ഇൻ ദ സ്കൂൾ ഗാർഡനുള്ള ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് അടുത്ത് ദാണ്ട് ഈ 70 ഈ വഴിയിലൂടെ പോയി. അത് കഴിഞ്ഞ് ഇൻ ദി സ്കൂൾ ഗാർഡൻ ആൻഡ് റിട്ടേൺ ടു ദ ക്ലാസ് വി എ എന്ന് വെച്ചാൽ വഴി ദ സ്കൂൾ ഓഫീസ് ദാണ്ട് ഇതുവഴി സ്കൂൾ ഓഫീസിലൂടെ തിരിച്ച് 9B പോയി. അപ്പം നോക്ക്, അന്നേരം അതിനനുസരിച്ച് നമുക്ക് ആ കോളം ഫില്ല് ചെയ്യണം. വെൻ ദ ചൈൽഡ് റീച്ചസ് ദ കോറിഡോർ ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റാഫ് റൂം ഫ്രം ദി ക്ലാസ് 9B, അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന്, ഡിസ്പ്ലേസ്മെൻറ്റും എത്രയാണെന്ന്. ഡിസ്റ്റൻസ് നമുക്കറിയാം, 9Bയിൽ നിന്ന് സ്റ്റാഫ് റൂം വരെ 15 മീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റും 15 മീറ്റർ ആയിരിക്കും, കാരണം സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട്. അപ്പം ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും അവിടെ രണ്ട് സ്ഥലത്തും 15 മീറ്റർ. നെക്സ്റ്റ് എന്തുവാണ്, വെൻ ദ ചൈൽഡ് റീച്ചസ് ദി ഗാർഡൻ നിയർ ദ സ്റ്റാച്യു ഓഫ് ഫാദർ ഓഫ് നേഷൻ ഫ്രം 9B വഴി വി എ ദ സ്റ്റാഫ് റൂം വഴി എവിടെ വന്നു, സ്റ്റാച്യുവിൻ്റെ അടുത്ത് വന്നു, ഗാന്ധിജിയുടെ പ്രതിമയുടെ അടുത്ത് വന്നു. അപ്പം നോക്ക്, ആദ്യത്തെ 15 സ്റ്റാഫ് റൂമിൽ വരാനുള്ള 15 കൂട്ടണം. നെക്സ്റ്റ് 70 മീറ്റർ സ്റ്റാച്യുവിൻ്റെ അവിടെ വരെയുള്ള 70 മീറ്റർ. അപ്പോൾ 15 + 70 85 മീറ്റർ. പിന്നീട് സ്ട്രെയിറ്റ് ലൈനോ അവിടെ നേരെ കൊടുത്തിട്ട് സ്റ്റാഫ് റൂമിൽ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 9Bയിൽ നിന്ന് ഈ സ്ട്രെയിറ്റ് ലൈനിൽ വരണം. അപ്പം അത് 60 മീറ്റർ വരും. മൂന്നാമത്തെ നോക്ക്, വെൻ ദ ചൈൽഡ് റിട്ടേൺ ടു ക്ലാസ് 9, തിരിച്ച് ക്ലാസ്സിൽ പോയി. ഏത് വഴിയാണ് പോയത്, ഓഫീസ് വഴിയാണ് പോയത്. അപ്പോൾ ഏതൊക്കെ വരും, 9Bയിൽ നിന്നും തുടങ്ങി സ്റ്റാഫ് റൂമിലെത്തിയ 15 മീറ്റർ വരും. അതിൽ നിന്ന് ഗാന്ധിജിയുടെ സ്റ്റാച്യുവിൻ്റെ അടുത്തെത്തി 70 വരും. പിന്നെ അവിടുന്ന് നേരെ സ്കൂൾ ഓഫീസിൽ വരെ എത്തിയ 80 മീറ്റർ വരും. അവിടുന്ന് 9Bയിൽ വരെയുള്ള 15 മീറ്ററും വരും. അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 180 മീറ്റർ വരും. കാരണം 15 + 70 + 80 + 15. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. കാരണം ഇനിഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ 9B ആണ്, ഫൈനൽ പൊസിഷനും ആ കുട്ടി തിരിച്ചെത്തി. അപ്പം 9B ആണ്. അപ്പോൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് വെലോസിറ്റിയാണ്. വെലോസിറ്റി ഞാൻ അടുത്ത ക്ലാസ്സിലിടാം. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.